യുദ്ധമൊന്നും വേണ്ട, കരാർ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞില്ല. അങ്ങനെയല്ല ദേവാസ്വാമി, തിരുവുള്ളത്തിൽ എന്തോ പെരുത്ത ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ വിളംബരം കൽപ്പിച്ച് പുറപ്പെടുവിക്കാനായി കൊച്ചിയും കൂടി കീഴടക്കിയിട്ട് യുദ്ധം നിർത്തിയാൽ മതിയെന്ന് കൽപ്പിച്ചാൽ രാമേന്ദ്രളവ് സംതൃപ്തനാകും. ഇപ്പോഴത്തെ സൈന്യബലം അത് നടക്കുന്ന കാര്യവുമാണ്. പക്ഷെ ഒന്നും പിടിച്ചെടുക്കിയ രാജ്യങ്ങളെല്ലാം ഭരണം ചൊവ്വാക്കട്ടെ, അതിന് വേണ്ടുന്ന ചിലവ് അതൊക്കെ നിൽക്കട്ടെ. മുളക് മനുഷ്യക്കാർക്ക് എപ്പോഴും പണത്തിന്റെ കാര്യമേ ഉള്ളൂ. അതാണ് ചോദ്യമുള്ള കൂട്. പണം വന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ ആ വിധത്തിലുള്ള കൂട് കാണിക്കാൻ ഞങ്ങൾ പട്ടാളക്കാർ തുനിഞ്ഞാൽ യുദ്ധവും നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയല്ലേ ദേവാസ്വാമി? യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണമെന്നല്ല, 2 ലക്ഷം നേടിയിട്ട് നിർത്തണം. എന്നേ നിർത്താമായിരുന്നു. മധുരപ്പടയും ബന്ധക്കാരും പറ്റിച്ചില്ലായിരുന്നെങ്കിൽ സൈന്യത്തെ അയച്ച് കലാപങ്ങളെ അമർച്ച ചെയ്യാൻ മഹാരാജാവ് സമ്മതിക്കുന്നില്ല. യുദ്ധം മടുത്തപ്പെട്ട യുദ്ധവീര്യത്തിൽ ഉറച്ചു നിന്ന പൊന്നുതമ്പുരാനെയും ഭാവമാറ്റം. അതെ, കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം ശാന്തി സമാധാനവും സ്ഥാപിക്കുന്നതിലാണ് ഇപ്പോൾ പൊന്നു തിരുവേലിയുടെ ശ്രദ്ധ. ഞാൻ സൂചിപ്പിച്ചത് തിരുമുൻപിൽ ഇപ്പോൾ കൂടുതൽ സ്ഥാനം കവികൾക്കും മാറ്റക്കാർക്കും ഒക്കെയാണ്. വടക്കൻകൂർ, ചെമ്പകശ്ശേരി എന്നിവിടെ നിന്നൊക്കെ ഇക്കൂട്ടരുടെ പ്രവാഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെ അതെ, യുവരാജാവിന്റെ നീട്ടുമായി പലരും എത്തും. നീട്ടിൽ ആവശ്യപ്പെടുത്തിയിരിക്കുന്ന തുക ഉടൻ കൊടുത്തുകൊള്ളണമെന്നാണ്. അതുകൊണ്ട് ആരാണ് എന്താണെന്ന് ഞാൻ തിരക്കാറില്ല. രാജാവിനെ സേവിക്കുന്നവരെല്ലാം ഒരു കാര്യമുണ്ട്. രാജാവ് എന്ത് ലക്ഷ്യം വെക്കുന്നു അത് ഭംഗിയായി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. രാജ്യവിസ്തൃതിയാണെങ്കിൽ അത്, സമാധാനം സ്ഥാപിക്കാനാണെങ്കിൽ അത്. ഇനി അതൊന്നുമല്ല, കലയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ. എന്തിനെന്ന ചോദ്യം രാജസേവർക്ക് അവകാശപ്പെട്ടതല്ല. സ്വാമി ഒഴുക്കം മട്ടിലെന്ന് പറഞ്ഞു. ഈ കലാകാരന്മാരുടെയും കവികളുടെയും കഴിവും സ്ഥാനവലിപ്പവും തിട്ടപ്പെടുത്തി സഹായം നൽകേണ്ടതിന്റെ അളവ് തീരുമാനിക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. ചരക്കിന് ചുങ്കം ചുമത്തുന്നത് പോലെയോ ഭൂമിക്ക് നികുതി നിശ്ചയിക്കുന്നത് പോലെയോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ, അതുകൊണ്ടാണല്ലോ മഹാരാജാവ് അവർക്ക് നൽകേണ്ട സഹായധനം നിശ്ചയിക്കേണ്ട ചുമതല യുവരാജാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ജോലി വളരെ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ യുവരാജാവിനുണ്ട്. അതുകൊണ്ട് പൊന്നുതമ്പുരാനെ വരയ്ക്കുന്ന പുതിയ പ്രശ്നമേ വരയ്ക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വടക്ക് നവാബിന്റെ നീക്കം, സാമൂതിരിയുടെ ഒറ്റപ്പെട്ട നീക്കം, ഇങ്ങനെ നിരവധി. പക്ഷെ ഇതൊന്നും എന്റെ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ലെന്ന് എനിക്കറിയാം. പിള്ള വന്ന് ഒരു കാര്യം തമ്പുരാനെ വല്ലാതെ വിഷമിപ്പിക്കും. കൃത്യമായ ചിരി ആ മുഖത്ത് പൊട്ടിവിടരുമ്പോൾ അത് ഉറച്ചു നിൽക്കാതെ ചേമ്പിലെ വെള്ളം പോലെ വഴുതി പോകുന്നു സംശയം. ശരിയാ. രൗദ്രഭാവം തിരുമുഖത്തിന്റെ സ്ഥായി ഭാവമായി തീരുന്നോ എന്ന് എനിക്കും ശങ്ക തോന്നിയിട്ടുണ്ട്. പുഴകൾ ഒഴുക്കിയ ക്രൂരനായ ആക്രമണകാരി എന്ന് ഇതിലൊക്കെ പതിഞ്ഞു കഴിഞ്ഞ പ്രതിച്ഛ മാറ്റിയെടുക്കാൻ തമ്പുരാൻ നിശ്ചയിക്കുന്നു. ക്ഷമിക്കണം സ്വാമി. ഇളം പ്രായം മുതൽ എതിർപ്പുകളെ ധീരമായി നേരിടും. ചരിത്രത്തിന്റെ പോക്കിന് മലകളുണ്ട്. വേണാട്ടു മഹാത്മ്യം പുനഃസ്ഥാപിക്കാൻ യത്നിച്ച തമ്പുരാന്റെ മുമ്പിൽ എന്നും ശത്രുക്കളായിരുന്നു. ചോരപ്പുഴ എടുക്കാൻ എങ്ങനെ മുന്നേറാനും മുന്നേറി ഇതുവരെ എത്തിയില്ലേ. ആ നിരന്തര രക്തം നേടിക്കൊടുത്ത മുഖമുദ്രയാണ്. അതെന്തിനു മാറ്റണം? എന്തിനു മാറ്റണം? ആക്രമിച്ചും പടവെട്ടിയും രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചതിനുള്ള നേട്ടം മാത്രമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തിലെ ജനജീവിതത്തിനും സംസ്കാരത്തിനും പുതിയ ഉണർവുണ്ടാക്കിയ ശക്തിയായിട്ട് അറിയപ്പെടാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് അദ്ദേഹം നേടിക്കഴിഞ്ഞു. രണ്ടാമത്തേത് അനന്തരാവകാശിയായ യുവരാജാവിന് വിട്ടുകൊടുക്കുകയല്ലേ നമ്മൾ. വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ യുദ്ധവീര്യവും ധീരതയും ഈ രാജകുടുംബത്തിന് മറ്റാർക്കും ലഭിക്കാൻ പോകുന്നില്ല. ഈ നാട്ടിൽ മറ്റാർക്കുമില്ലാത്ത വീര്യത്തേക്ക് അത് മാറ്റി മറ്റൊരു ഭാവം. അത് പിള്ളേ വരില്ല. പക്ഷെ തമ്പുരാൻ ഉറച്ചുപോയ രൗദ്രഭാവത്തിന് പകരം മറ്റൊരു ഭാവം സ്ഥാപിക്കാനുള്ള യത്നത്തിലാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി പിള്ളയ്ക്കും അറിവുള്ളതല്ലേ? അളവയാണ് ഭാവമാറ്റത്തിന് പിന്നിൽ. അല്ല, തമ്പുരാന്റെ ഇച്ഛ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നള്ളുന്നു. ശ്രദ്ധിക്കുക. വടക്കൻ പ്രദേശങ്ങളിലെ കലാപങ്ങൾ അമർച്ച വരുത്തിയേ മതിയാകും. പക്ഷേ ആയുധബലം ഉപയോഗിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. ക്ഷേമവും സമാധാനവും സ്ഥാപിക്കപ്പെട്ടാൽ കലാപങ്ങൾ താനേ ഒഴിഞ്ഞുവിടും. അതായിരിക്കും നമ്മുടെ പുതിയ നയം. ഭരണപരമായ കാര്യങ്ങൾ
സംഭാഷണത്തിന്റെ അവസാന ഭാഗം നാം ശ്രദ്ധിച്ചു. രാജാവിന്റെ ഇച്ഛ അത് നടപ്പാക്കുന്നതിന് എന്നും വിഘ്നങ്ങളല്ലേ ഉണ്ടായിരുന്നു. ആയാസപ്പെട്ട് തട്ടിത്തകർക്കേണ്ടി വന്ന വിഘ്നങ്ങൾ ഇന്ന് എത്ര ആയാസപ്പെട്ടാലും തകർക്കാനൊക്കാത്ത വിഘ്നങ്ങളാണ് നമ്മെ നേരിടുന്നത്. അകാലത്തിൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്ന വാർദ്ധക്യത്തിന്റെ വികൃതി. തമ്പുരാൻ ക്ഷമിക്കണം, ഈ 50 വയസ്സ് ഒരു പ്രായം. അവിടുത്തെ മനഃശക്തിയുള്ള രാജാവിന് അത് വിഘ്നകാരിയുമല്ല. അയ്യപ്പൻ ഇല്ലാത്ത എളിമ ഭാവിക്കുന്നവനല്ല മാർത്താണ്ഡൻ. അത് സൂക്ഷ്മമായി അറിയാവുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. ഇന്നലെ വരെ വർത്തമാനകാല പ്രശ്നങ്ങൾ നമുക്ക് നിസ്സാരങ്ങളായി. ഭൂതകാല സംഭവങ്ങൾ നമ്മെ അലട്ടിയിട്ടുമില്ല. പക്ഷേ പണ്ടു നടന്ന പലതും സ്വാസ്ഥ്യം കെടുത്തുന്ന നേറുന്ന സ്മരണകളായി മാറും. അത് വരുത്തി വച്ചത് ഈ പ്രായമല്ലേ. രാജസേവകനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, നടന്നതൊക്കെയും ഒഴിവാക്കാൻ കഴിയുമായിരുന്നതല്ലെന്ന് ഏത് നിഷ്പക്ഷമതിക്കും മനസ്സിലാവും. പ്രായം വരുന്നതോറും അത് കൂടുതൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ചോരപ്പുഴകളൊഴുക്കിയാണ് നാം അധികാരം കൈവശപ്പെടുത്തിയത്. ആ അധികാരം നിലനിർത്താൻ ഇനിയും ആയുധമെടുക്കണമെന്നാണ്. ഐശ്വര്യപൂർണമായ രാജ്യമാണ് നമുക്ക് ആവശ്യം. ഈ കർമ്മങ്ങൾ അനിവാര്യമാക്കി തീർത്ത പരിതസ്ഥിതികൾ അങ്ങ് വിസ്മരിച്ചു. എന്ത്? നാം വിസ്മരിക്കുന്നു? ഒന്നും വിസ്മരിച്ചിട്ടില്ല. വിസ്മരിക്കാൻ കഴിയുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ശാപം. രമയ്യൻ, അയ്യപ്പൻ ഒത്ത് ഒരു വടക്കൻ യാത്ര നിങ്ങൾ തന്നെ തയ്യാറാക്കുക. ആവശ്യത്തിന് അനുചരന്മാരെയും കൂട്ടിക്കൊള്ളുക. സൂക്ഷ്മ വിവരം നമുക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കണം. നാം ഒന്നേ ആഗ്രഹിച്ചു. ശിഥിലമായി കിടന്ന് പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ചെറുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ഒരു ശക്തിയാക്കി മാറ്റാം. നേരെ നടന്നു കയറേണ്ട സിംഹാസനത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പടപരിധി മാത്രമേ കടന്നു കയറാൻ കഴിയൂ എന്ന് ബോധ്യമായ ഇളം നാളിലെ തോന്നിയതാണ്. വേണാടിൽ ഒരു ഉറച്ച രാജശക്തി പടുത്തുയർത്തണമെന്ന് നാം നേടി. പക്ഷേ അത് പകർന്നു തരേണ്ട മനസ്സുഖം. എവിടെയാണ് തെറ്റുപറ്റിയത്?
വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. എളുപ്പം കലാപങ്ങൾ ശമിപ്പിക്കാൻ കഴിയില്ലെന്നാണ് സൂചന. രാജ്യം നഷ്ടപ്പെട്ടവരുടെ അനുചരന്മാരാണ് കുഴപ്പങ്ങൾ. ആയുധമെടുക്കണ്ട എന്ന തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലക്ഷ്യപ്പെട്ട സമാധാനം സ്ഥാപിക്കാൻ അമാന്തം നേരിട്ടാൽ ഇളവാസ്വാമിയുടെ നീക്കം ഫലം ചെയ്യുന്നുണ്ടെന്നാണ് മറ്റൊരു സൂചന. ആകട്ടെ, കാര്യങ്ങൾ പോകാം. നാം ഒരു മൂർത്തിയെയും ഉപാസിക്കില്ല. ഐശ്വര്യം വേണ്ടെന്ന് അഭിലഷിച്ചുമില്ല. എല്ലാം ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം എല്ലാം ഓർമ്മയിൽ വരുന്നു. എല്ലാം ചങ്ങാതികൾ ഒഴിഞ്ഞുള്ള ബാല്യകാലം, കളിക്കൂട്ടുകാരിൽ നിന്നെല്ലാം അകന്നു കഴിയേണ്ടി വന്ന കാലം, ഇളം പ്രായത്തിലെത്തിയപ്പോൾ മനസ്സിന് സ്വസ്ഥത നശിച്ചത്. വേണ്ട വേണ്ട, അസ്വസ്ഥമാക്കുന്ന ചിന്തകളൊന്നും വേണ്ട. കളിക്കൂട്ടുകാരിൽ നിന്നെല്ലാം അകന്നു കഴിയേണ്ടി വന്ന കാലം, യൗവനാരംഭത്തിലെത്തിയപ്പോൾ അത് ഇണയ്ക്ക് വേണ്ടിയുള്ള മോഹമായി മാറി. ഇണയ്ക്ക് വേണ്ടി കലശലായി മോഹിച്ച യൗവനം, മോഹിച്ചത് മാത്രമോ സ്വന്തമാക്കിയില്ലേ? ആ ഇണയുന്നുണ്ടായിരുന്നെങ്കിൽ മനസ്സിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന ഒരു ശക്തിയാകുമായിരുന്നില്ലേ? വേണ്ട വേണ്ട, സ്വകാര്യ ചിന്തകൾ ഒന്നും വേണ്ട. അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഉപേക്ഷിച്ചതാണ്. ഒരു ദുഃഖവും കൂടാതെ ഉപേക്ഷിച്ചതല്ലേ. പിന്നെ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച വരുത്തിയ രാജാധികാരം സ്ഥാപിക്കാൻ അന്നത് വേണമായിരുന്നു. അതുകൊണ്ട് നിർദ്ദയമായി
എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ഒരുമിച്ചു ജീവിക്കുന്നതിൽ മാത്രം സുഖം കണ്ട് പിന്നാലെ വരാൻ തയ്യാറായ തങ്കയെ അന്ന് സ്വീകരിക്കാത്തത് തങ്ക തങ്ക വേണ്ട വേണ്ട. രാജ്യത്തിന് സുപ്രധാനമായ പല തീരുമാനങ്ങൾ വിളിക്കേണ്ട സന്ദർഭമാണ്. സ്വകാര്യ ചിന്തകൾ ഒന്നും വേണ്ട. ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ കാണുന്നില്ല. ഇവളുടെ വിരഹ
Thank you.